ഒന്നാമത്തെ കാര്യം ഹുക്സ് ലോ ഹോൾഡ്സ് ഗുഡ്സ് അപ് ടു. പറഞ്ഞേ എന്താണ് ഉത്തരം? നിങ്ങൾ ഉത്തരം പറഞ്ഞു പോവാ. ഹുക്സ് ലോ ഹോൾഡ്സ് ഗുഡ് അപ് ടു. ഞാൻ ക്ലാസ് എടുത്തപ്പോ തന്നെ പറഞ്ഞാണ്. എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? ഉത്തരം എന്താണ്? അതെ, ഹുക്സ് ലോ ഹോൾഡ്സ് ഗുഡ് അപ് ടു എന്ന് ചോദിച്ചാൽ എന്താണ്? ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് അല്ലെ. എന്നാൽ ഹുക്സ് ലോ സ്റ്റേറ്റ് ദാറ്റ് എന്ന് ചോദിച്ചാലോ വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് ആണ്. എലാസ്റ്റിക് ലിമിറ്റിന് വരെ നമുക്ക് വേറെ പേര് എന്ത് പറയാം? ഈൽഡ് പോയിന്റ് എന്ന് പറയാം. എന്നാൽ ഇവിടെ ചോദിച്ചാൽ എന്താ? ഹുക്സ് ലോ ഹോൾഡ്സ് ഗുഡ് അപ് ടു. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, രണ്ടാമത്തത് റിയാക്ഷൻ അല്ല കേട്ടോ, റിലേഷൻ ആണ്. ദ റിലേഷൻ ബിറ്റ്വീൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഏതാണ് റിലേഷൻ? പറഞ്ഞേ. ഏതാണ്? പറഞ്ഞേ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ്. മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പാ. മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏതായിരുന്നു? ഏത് ഓപ്ഷനാണ്? 9 kg by 3k plus g അല്ലെ. നിങ്ങൾ അറിയാവുന്നവരെല്ലാം ഉത്തരം പറയുക കേട്ടോ. അറിയാത്തത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഇൻ ടേംസ് ഓഫ് പോയ്സോൺസ് റേഷ്യോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ടേംസ് ഓഫ് പോയ്സോൺസ് റേഷ്യോ, ദ റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ടു ഷിയർ മോഡുലസ്. നമുക്കറിയാം യങ്സ് മോഡുലസും ഷിയർ മോഡുലസും ആയിട്ടുള്ള ബന്ധം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. എന്തായിരുന്നു? E is equal to 2g into 1 plus mu അല്ലെങ്കിൽ 1 plus nu. അവരെന്താ ചോദിച്ചേക്കുന്നത്? റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ടു ഷിയർ മോഡുലസ്. അവർ ചോദിച്ച E by G ആണ് അല്ലെ. E by G ആ. അപ്പൊ ഈ G അങ്ങ് കൊണ്ടുവന്നേ. അപ്പൊ എന്തായി മാറി? 2 into. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഇയും ജിയും ആയിട്ടുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. ഈ G യെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്തായി മാറി? 2 into 1 plus nu അല്ലെ. ഇവിടെ വി ആണ് തന്നേക്കുന്നത്. അപ്പൊ എന്താണ്? 2 into 1 plus v. ഇതല്ലേ ആൻസർ? കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ കുട്ടികളെ? ഇല്ല. ഓക്കെ, കൺഫ്യൂഷൻ ഉള്ളവർക്ക് ചോദിക്കാവേ. ഇനി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി, ബൾക്ക് മോഡുലസ് കെ ആൻഡ് പോയ്സോൺസ് റേഷ്യോ മ്യൂ ഈസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നുമില്ല, ഇതിനകത്ത് കെ എവിടെയും തന്നിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താ? ഇയും ജിയും ആയിട്ടുള്ളതാണ് അല്ലെ. ഏതാണ്? ഇ ഈക്വൽ ടു 2g into 1 plus mu ആണ് അല്ലെ, അല്ലെങ്കിൽ mu plus 1 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ. ഇനി നമുക്കറിയാം അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ് അല്ലെ. ഇയും കെയും ആയിട്ടുള്ള ബന്ധമാണ്. ഇയും കെയും ആയിട്ട് എന്തായിരുന്നു ബന്ധം? E is equal to 3k into 1 minus 2 mu അല്ലേ. അപ്പൊ ഏതാണ്? 3k into 1 minus 2 mu തന്നിട്ടില്ല, പോയ്സോൺസ് റേഷ്യോ എന്നാ തന്നേക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ്? 3k into 1 minus 2 mu. ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉള്ളവർ ചോദിക്കണേ. എന്താണ് ദ വാല്യൂ ഓഫ് പോയ്സോൺസ് റേഷ്യോ ഫോർ സ്റ്റീൽ? ഏതാണ് ഓപ്ഷൻ? ഏതാണ് ആൻസർ? പറഞ്ഞാട്ടെ. ഇതാണ് ആൻസർ. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് മോർ ഇലാസ്റ്റിക്? ഇതിനകത്ത് കൂടുതൽ ലോഡ് എടുക്കാൻ പറ്റുന്ന ഏതാന്ന് നോക്കിയാൽ മതി. അതാണ് മോർ ഇലാസ്റ്റിക് അല്ലെ. സ്റ്റീലാണ് മോർ ഇലാസ്റ്റിക്. ഓക്കെ അല്ലേ? അടുത്തത്, മോഡുലസ് ഓഫ് റിജിഡിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ. മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞാട്ടെ. മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്താ? സ്ട്രെയിൻ ആണ് അല്ലെ. ഒരാൾ മാത്രം ഉത്തരം പറയാതെ എല്ലാവരും ഉത്തരം പറയാൻ ശ്രമിക്കണം കേട്ടോ. അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കണം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അടുത്തത്, ഇഫ് ദ വാല്യൂ ഓഫ് പോയ്സോൺസ് റേഷ്യോ ഇസ് 0 then it means that. എന്താണ് മീൻ ചെയ്യുന്നത്? എന്താണ്? The material is rigid.
മെറ്റീരിയൽ ഇസ് റിജിഡ് ആണ്. മെറ്റീരിയൽ റിജിഡ് എന്ന് വെച്ചാൽ പോയിസൺസ് റേഷ്യോ 0 എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പോയിസൺസ് റേഷ്യോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോങ്കിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ് അല്ലെ. അപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്ന സാധനം 0 ആയിരിക്കും അല്ലെ. ദാറ്റ് മീൻസ് ദ മെറ്റീരിയൽ ഈസ് റിജിഡ്. ഓക്കെ അല്ലെ. ഇനി ഇത് 10ാമത്തെ ഒന്ന് നിങ്ങൾ പറഞ്ഞേ. Poisson's ratio is 0.25. Then modulus of rigidity and modulus of elasticity is related as. നമുക്ക് എഴുതാം E is equal to എന്താണ്? 2G into 1 plus mu ആണ് അല്ലെ. 2G into 1 mu എത്രയാണ്? 0.25 അല്ലെ. അപ്പൊ എത്ര കിട്ടി? E is equal to എത്ര കിട്ടി? 1.25 2 2.5G അല്ലെ. 2.5G. നമുക്ക് ജി ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ജി ഇപ്പൊ എത്ര? 1/2.5 0.4E. ഓക്കെ അല്ലേ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓക്കെ അല്ലേ. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ചോദിക്കാം. അടുത്തത്, ദ യൂണിറ്റ് ഓഫ് എലാസ്റ്റിക് മോഡുലസ് ഈസ് സെയിം ആസ് ദോസ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നമുക്കറിയാം ഇലാസ്റ്റിക് മോഡുലസിന്റെ എല്ലാത്തിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെ. സ്ട്രെസ്സിന്റെ യൂണിറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ പ്രഷറിന്റെ യൂണിറ്റ് ആണ്. എന്നാൽ സ്ട്രെയിൻ യൂണിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഒന്നാമത്തെ ആൻസർ ശരിയാണോ? അല്ല. എ തെറ്റാണ്, ബി തെറ്റാണ് അല്ലെ. അതിലും സ്ട്രെയിൻ വരുന്നുണ്ട്. സി നോക്കിയേ, ഷിയർ മോഡുലസ് അത് കറക്റ്റ് ആണ്. സ്ട്രെസ് കറക്റ്റ് ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അതിനും എല്ലാം ഒരേ യൂണിറ്റ് ആണ്. സി ശരിയാണ്. ഡി നോക്കിയേ, സ്ട്രെയിൻ തെറ്റാണ് അല്ലെ. ഷിയർ മോഡുലസും ഫോഴ്സ് തെറ്റാണ്. ഷിയർ മോഡുലസ് ശരിയാ. പക്ഷെ സിക്കകത്താണ് എല്ലാം ഉള്ളത് അല്ലെ. സി ഇസ് ദ റൈറ്റ് ആൻസർ. 12, the radius of wire is stretched by a load is doubled, then its Young's modulus. എന്താ സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞേ. നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആണ്. മെറ്റീരിയലിന്റെ ഡയമീറ്റർ കൂടിയാലും കുറഞ്ഞാലും അത് മാറുവോ? ഇല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. യങ്സ് മോഡുലസ് എന്താ? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പം മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആണ് അത്. അപ്പം എന്താണ്? മെറ്റീരിയലിന്റെ നീളം കൂടിയാലോ ഡയമീറ്റർ ഇരട്ടി ആയാലോ പകുതി ആയാലോ അതിനൊന്നും സംഭവിക്കത്തില്ല. ദാറ്റ് മീൻസ് എന്താണ്? എന്തു പറയാം? ഇതിനകത്ത് ഒന്നാമത്തെ തെറ്റാണ്, രണ്ടാമത്തെ തെറ്റാണ്, മൂന്നാമത്തെ തെറ്റാണ്. ചേഞ്ച് ആകത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നില്ല. പക്ഷെ 3 അല്ല. അതായത് നൺ ഓഫ് ദ എബോവ് അല്ലെ. യങ്സ് മോഡുലസ് ആണ് ചോദിച്ചിരിക്കുന്നത്. യങ്സ് മോഡുലസ് ഡബിൾ ചെയ്യത്തില്ല, ഹാഫ് ആവത്തില്ല, 4 ടൈംസ് ആവത്തില്ല. എന്താണ്? നൺ ഓഫ് ദ എബോവ്. നമ്മള് ഒരു മെറ്റീരിയൽ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വിച്ച് എക്സിബിറ്റ് ദ സെയിം പ്രോപ്പർട്ടി ഇൻ ഓൾ ഡയറക്ഷൻ, അതിനെ പറയുന്ന പേര് ഐസോട്രോപിക് എന്നാണ് കേട്ടോ. ഒരു മെറ്റീരിയല് അതിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി എല്ലാ ഡയറക്ഷനിലും ഒരേപോലെ ആണെങ്കിൽ അതിന് എന്താ പറയുന്നത്? ഐസോട്രോപിക് എന്നാണ് പറയുന്നത്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പോസിഷന്റെ ബേസിലാണ് പറയുന്നത് കേട്ടോ. മറ്റേ എന്താണ്? മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. അതായത് യങ്സ് മോഡുലസ്, പോയിസോൺസ് റേഷ്യോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ത്രൂ ഔട്ട് എല്ലാ ഡയറക്ഷനിലും ഒരേപോലെയാണ്. അതിന് എന്തോന്ന് പറയാം? ഐസോട്രോപിക്. ഐസോട്രോപിക് അല്ലാത്തതിന് അനൈസോട്രോപിക് എന്ന് പറയും. എലാസ്റ്റിക് അല്ലാത്തതിന് ഇൻഇലാസ്റ്റിക് എന്ന് പറയും കേട്ടോ. അപ്പൊ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓക്കെ. 14ാമത്തെ, ഫോർ എ ഗിവൺ മെറ്റീരിയൽ യങ്സ് മോഡുലസ് 200 തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് റിജിഡിറ്റി 80 തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. എന്താണ്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയതാണ്. 80/200 എത്രയാണ്? 80/200 എത്രയാ? 80/200 എത്രയാ? 80/200 എത്രയാ? 8/20 എത്ര? 2/5 എത്രയാണ്? 2/5 0.4 ആണ് അല്ലെ. നമുക്കറിയാമായിരുന്നു എന്താണ്? E is equal to 0.4 അല്ല, E അല്ല, G is equal to 0.4E വരുന്ന എപ്പോഴായിരുന്നു? യങ്സ് മോഡല് പോയിസോൺസ് റേഷ്യോ എത്ര വരുമ്പോഴാണ്? 0.25 വരുമ്പോഴല്ലേ? നമുക്കൊന്ന് നോക്കാം. എന്താണ്? E is equal to
2g into 1 plus mu അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഇയുടെ സ്ഥാനത്ത് 200 ആണ്. 200 is equal to 2g 1 plus mu അറിയത്തില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. അപ്പൊ ഇവിടെ എന്താ കിട്ടാൻ പോകുന്നത്? മ്യൂവിന്റെ വാല്യൂ 1 എത്രയാണ്? 0.25 ഇല്ലേ? നമ്മളിങ്ങനെ കണ്ടുപരിചയിച്ചാണ് നമുക്കറിയാം. 4-1 എന്താണ്? റിജിഡിറ്റി മോഡുലസിന്റെ 4-1 യങ്സ് മോഡുലസിന്റെ 4-1 റിജിഡിറ്റി മോഡുലസ്. 4-1 2/5 ആണ്. അതായത് 0.4 ടൈംസ് ആണ്. 4-1 0.4 ടൈംസ് ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം? 0.25 ആയിട്ട് ഡയറക്റ്റ് എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. മ്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മ്യൂ 0.25 കിട്ടും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കി. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് പോയ്സൺസ് റേഷ്യോ ഓഫ് എ മെറ്റീരിയൽ. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. എന്താണ് ഇത്? 0 തന്നിട്ടുണ്ട്. പോയ്സൺസ് റേഷ്യോ 0 തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് റിജിഡിറ്റി എത്രയാണ്? അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, യങ്സ് മോഡുലസും മോഡുലസ് ഓഫ് റിജിഡിറ്റി ആയിട്ടുള്ള ബന്ധം നമ്മൾ നോക്കണം. E is equal to 3k into 1 minus 2 mu. ഓക്കെ, അപ്പൊ എന്ത് വരും? E is equal to 3k into 1 by 2 mu എന്തായി? 0 ആണ് അല്ലെ? അപ്പൊ എന്താണ്? E is equal to 3k ആണ് വരുന്നത് അല്ലെ? അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? മോഡുലസ് ഓഫ് ഇവിടെ എന്താണ്? മോഡുലസ് ഓഫ് റിജിഡിറ്റിയാ ചോദിച്ചേക്കുന്നത്. മോഡുലസ് ഓഫ് ബൾക്ക് മോഡുലസ് അല്ല, മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റി എങ്ങനെ എഴുതുന്നേ? E is equal to G into 1 plus അല്ലെ? മ്യൂ എത്രയാ? 0. ഓക്കെ അല്ലേ? അപ്പൊ E is equal to 2g എന്ന് വന്നു. E is equal to എന്താണ്? 2g എന്ന് വന്നു. ഓക്കെ അല്ലേ? അപ്പോഴെന്താണ്? G കണ്ടുപിടിക്കാൻ എന്താണ്? E/2. E എത്രയാണ്? 1.25 into 10⁵ ആണ്. അപ്പൊ അതേ ബൈ 2 എന്ന് ചോദിച്ചാലോ? 1/4/2 എത്രയാണ്? 0.625 into 10⁵. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? E/2 ആണ് വരുന്നത് അല്ലെ? G എന്ന് പറഞ്ഞാൽ E/2 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ നോക്കി. അടുത്തത് യങ്സ് മോഡുലസ്. അതേ ക്വസ്റ്റ്യൻ തന്നെ മാറ്റി ചോദിച്ചിരിക്കുകയാണ്. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. എന്താണ്? റിജിഡിറ്റി മോഡുലസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. എന്താണ് മറ്റേ മോഡൽസ്? എന്താണ്? പോയ്സൺസ് റേഷ്യോ 0.34 തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ എഴുതി. E is equal to 2g into 1 plus 0.34 അല്ലെ? അപ്പൊ E is equal to 2g into 1 plus 0.34 1.34 അല്ലെ? 1.34 അല്ലെ? അപ്പൊ എന്തായി മാറി? 1.34ന്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോ എത്രയാണ്? 2.68 അല്ലെ? E is equal to 2.68g ആണ്. അപ്പൊ എന്താണ്? G എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? G is equal to എന്താണ്? E/2.68. എത്ര കിട്ടി? എത്ര കിട്ടും? 1.25 by 2.68 എടുത്തേ. എത്ര കിട്ടും? പെട്ടെന്ന് പറഞ്ഞേ. നമുക്ക് പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ ഒന്നും ഇല്ല. എത്രയാണ്? 1.25 by എത്രയാണ്? 2.68. 0.466. ഓപ്ഷൻ ബി. പെട്ടെന്ന് ചെയ്ത് പഠിക്കണം. നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ പെട്ടെന്ന് ചെയ്ത് പോകണം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഇരുന്ന് 1/2.68 നമുക്ക് പെട്ടെന്ന് 1-2 പോയിന്റ് 1 0.4 അടുത്ത ഒരു ഇതും കൂടെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും 0.46 ആണ്, 0.40 അല്ല എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? ദ ബൾക്ക് മോഡുലസ് ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു. ഇത് കാണുമ്പോൾ എല്ലാവരും തെറ്റിക്കും. നമുക്ക് അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ട, പോയ്സോൺസ് റേഷ്യോയെ നമ്മൾ എന്തുകൊണ്ടാ ഒന്നുകിൽ മ്യൂ കൊണ്ട്, അല്ലെങ്കിൽ ചില ബുക്സുകളിലൊക്കെ, ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സുകളിലൊക്കെ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ബുക്കിലൊക്കെ
മ്യൂവിന് പകരം 1/m എന്നാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾ മ്യൂവിന് പകരം m കൊടുത്താൽ 1/m എന്നുള്ള ഒരു ഇതും കൂടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് മ്യൂവിന് പകരം 1/m എന്നും കൂടി ഇട്ട് പല ബുക്കുകളിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ബുക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് അവര് റെഫർ ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം ബൾക്ക് മോഡുലസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബൾക്ക് മോഡുലസ് യങ്സ് മോഡുലസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എഴുതുകയാണ്. E = എന്താണ് 3k × 1 - 2 മ്യൂവിന് വരെ എന്താണ് 2 മ്യൂവിന് വരെ 1/m ആണ് അല്ലെ. അപ്പൊ എന്തായി മാറി? E = 3k × m നെ LCM എടുക്കുകയാണ് m - 2/m അല്ലെ. നമുക്ക് എന്താ അറിയേണ്ടത്? ബൾക്ക് മോഡൽസ് ആണ്. അപ്പൊ k അവിടെ നിർത്തിക്കും. k അവിടെ നിർത്തി കഴിയുമ്പോ എന്തായി മാറി? 3 എന്തായി? E എവിടെ ആയി അല്ലെ. E എവിടെ ആയപ്പോ എന്തായി മാറി? me/3m - 2 me/ അല്ലെ me/3m - 2 ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? തെറ്റിക്കരുത്. പോയ്സൺസ് റേഷ്യോ മ്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് ചില ബുക്സുകളിലൊക്കെ 1/m എന്ന് ഇട്ട് കൊടുക്കാറുണ്ട്. തെറ്റിക്കരുത്. ഓക്കെ അല്ലേ? 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ് ഹുക്സ് ലോ ഈസ് വാലിഡ് അപ് ടു. അത് നമ്മൾ നേരത്തെ നോക്കിയതാ. ഏതാണ്? ലിമിറ്റ് ഓഫ് വാലിഡ് അപ് ടു ആണ് ചോദിച്ചിരിക്കുന്നത്. ഹുക്സ് ലോ സ്റ്റേറ്റ് ദാറ്റ് എന്നല്ല. സ്റ്റേറ്റ് ദാറ്റ് ആയിരുന്നെങ്കിലോ elastic limit വന്നേനെ. ഓക്കെ. Which of the relationship between bulk modulus, Young's modulus and modulus of rigidity, ഇവിടെ modulus of rigidity ഉണ്ട്, is correct. അപ്പൊ നമുക്കറിയാവുന്ന കാര്യം, നമുക്കറിയാം മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? E = 9 kg/3k + g. ഈ റിലേഷൻഷിപ്പ് വരണം. അപ്പൊ ഈ 3 ഓപ്ഷൻസ് നോക്കിയാലും ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും വരത്തില്ല. ഓക്കെ, നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. കാര്യം എന്താ? 9 kg/3k + g വേണം. മേളിൽ kg വരണം. ഓക്കെ അല്ലേ? പിന്നെ അപ്പൊ ഞാൻ ഇതിനെ ഞാൻ ഡി എന്ന് പറഞ്ഞ ഓപ്ഷനെ ഞാൻ എഴുതി കാണിക്കാം. 9/e = എന്താണ്? മറ്റേത് LC എടുക്കുമ്പോ എന്തായി? kg ഇൻറ്റു എന്താണ്? g എടുത്തപ്പം k ആയി 3k അല്ലെ. k എടുത്തപ്പോ g ആയി. കണ്ടോ? 9 kg/3k + g ഇവിടെ വന്നു അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? മറ്റേത് KE അതൊന്നും വരത്തില്ല, ഇതൊന്നും വരത്തില്ല. അപ്പൊ ഡി ഈസ് ദ ആൻസർ. ഇങ്ങനെയുള്ളത് വേണേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പ് ആയിട്ട് ഇപ്പൊ 9 kg/3k + g അങ്ങനെ ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ 9/e = 3/g + 1/k എന്ന് പഠിച്ചാലും മതി. ഓക്കെ അല്ലേ? അങ്ങനെ പഠിച്ചുകൊണ്ട് പോയുള്ള ഗുണം ഇവിടെ ഇരുന്ന് ഇങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? 9 kg/3k + g പഠിക്കുന്നതിന് പകരം 9/e = 3/g + 1/k എന്ന് പഠിച്ചാലും മതി. അടുത്തത്, ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ ടഫ്നെസ് ഈസ് എ മെഷർ ഓഫ്. എന്താണ് ടഫ്നെസ് എന്ന് പറഞ്ഞാലാ? ഞാൻ പറഞ്ഞായിരുന്നു. ടഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? എബിലിറ്റി ടു, ഞാൻ പറഞ്ഞു സ്ട്രെയിൻ എനർജി അപ് ടു എവിടെ വരെയാണ് ടഫ്നെസ് എന്ന് പറഞ്ഞാൽ? ഫ്രാക്ചർ വരെയാണ് അല്ലെ. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ അപ് ടു എലാസ്റ്റിക് ലിമിറ്റ് വരെയാണ് അല്ലെ. അപ്പൊ എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ഇസ് എ മെഷർ ഓഫ് എബിലിറ്റി ടു അബ്സോർബ് എനർജി ടിൽ അല്ലെ അപ് ടു ഫ്രാക്ചർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് 22 എന്താണ്? ഡയമെൻഷൻ തന്നിട്ടുണ്ട്. 200 × 100 × 50 സ്റ്റീൽ ബ്ലോക്ക് ഈസ് സബ്ജക്ട് ടു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ട, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ MPa തന്നിട്ടുണ്ടെങ്കിൽ 1 MPa എന്താണ്? 1 Nm²-നെയാണ് MPa എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? മെഗാ പാസ്കൽ ആണ്. വെറും പാസ്കൽ ആയിരുന്നെങ്കിലോ Nm²-നെയാണ് പാസ്കൽ എന്ന് പറയുന്നത്. എന്നാൽ Nm²-നെയാണ് എന്തെന്ന് പറയുന്നത്? മെഗാ പാസ്കൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ജിഗാ പാസ്കലോ എത്രയാണ്? 10⁻⁹ പാസ്കലിനെയാണ് ജിഗാ പാസ്കൽ എന്ന് പറയാം, അല്ലെങ്കിൽ 10⁻³ മെഗാ പാസ്കലിനെയാണ് എന്തോന്ന് പറയുന്നത്? ജിഗാ പാസ്കൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മളോട് അവർ ചോദിച്ചിരിക്കുന്ന ചേഞ്ച് ഇൻ വോളിയം ആണ്. അവര് തന്നിരിക്കുന്നത് എന്താണ്? യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം
ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബൾക്ക് മോഡുലസ് വേണം, വേണ്ടേ? അപ്പൊ കെ ആദ്യം കണ്ടുപിടിക്കണം. കെ എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ്? ഇ ഈക്വൽ ടു 3k × 1 - mu അല്ലേ? അപ്പൊ എന്താണ്? E/3 × 1 - 2 mu അല്ലെ? E ഈക്വൽ ടു 3k × 1 - 2 mu അല്ലേ? അപ്പൊ ഇ കിട്ടുവേ? ഇ അല്ല കെ കിട്ടുവേ? ഡൗട്ട് ഉണ്ടോ? കെ കിട്ടുവേ? ഇ എത്രയാണ്? 200 ആണ്. 3 × 1 - 2 mu. mu എത്രയാണ്? 0.3 ആണ് അല്ലെ? അപ്പൊ എത്ര വന്നു? E/3 × 1 - 2 mu. 2 × 0.3 അല്ലെ? അപ്പൊ എത്ര വന്നു? ഇത് 0.4 വന്നു. 3 × 0.4 1.2. E/1.2 എത്ര കിട്ടി? കെ എന്ന് പറയുന്ന സാധനം എത്രയാണ്? ഇ എന്ന് പറഞ്ഞാൽ 200 GPa ആണ് അല്ലെ? GPa എങ്ങനെ എഴുതാ? 200 × 10⁻³ MPa എന്ന് എഴുതി. 200 × 10⁻³ എത്രയാണ്? 1.2 ആണ് കെ എന്ന് പറയുന്നത്. ഈ കെ അറിഞ്ഞാൽ നമുക്കറിയാം കെ ഈക്വൽ ടു എന്താണ്? കെ ഈക്വൽ ടു എത്രയാണ്? നമുക്കറിയാം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിനാ അല്ലെ? അപ്പൊ അവിടുന്ന് നമുക്ക് വോളിമെട്രിക് സ്ട്രെയിൻ കിട്ടും. വോളിമെട്രിക് സ്ട്രെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം? വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ കെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. കെ ഇൻറ്റു എന്താണ്? നമുക്ക് വോളിമെട്രിക് സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിനെ ഇങ്ങോട്ടാക്കുക, കെയിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താണ് വോളിമെട്രിക് സ്ട്രെയിൻ? എങ്ങനെ കണ്ടുപിടിക്കും? σ/k. സിഗ്മ എത്രയായിരുന്നു? 15 ആണ് അല്ലെ? കെ എത്രയാണ്? 200 × 10⁻³ ആണ് അല്ലെ? അപ്പൊ എന്താ? ഈ 1.2 അങ്ങ് മേളിൽ പോവും അല്ലെ? ഈ 1.2 ഞാൻ തൽക്കാലം മേളിൽ എഴുതുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ചേഞ്ച് ഇൻ വോളിയം എന്താ? വോളിമെട്രിക് സ്ട്രെയിൻ കിട്ടി അല്ലെ? വോളിമെട്രിക് സ്ട്രെയിൻ എത്രയാണ്? 15 × 1.2 200 × 10⁻³. നമുക്ക് ചേഞ്ച് ഇൻ വോളിമെട്രിക് സ്ട്രെയിൻ അല്ല വേണ്ട, ചേഞ്ച് ഇൻ വോളിയം ആണ്. നമുക്കറിയാം വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ആണ്. അപ്പോ വോളിമെട്രിക് സ്ട്രെയിൻ ഒറിജിനൽ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തോന്ന് കിട്ടി? ചേഞ്ച് ഇൻ വോളിയം കിട്ടി. ഇതിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്. ഓക്കെ അല്ലേ? വെട്ടിക്കളയാ 200 വെട്ടിക്കളയാ 100 ഇതും വെട്ടും അല്ലെ? എല്ലാം കൂടെ അവസാനം എത്ര വരും? 15 × 1.2 അല്ലെ? അപ്പൊ എത്രയായി? 18ആയി. 18/2 9ആയി അല്ലെ? അപ്പൊ എത്രയാണ്? 90 mm³. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം കെ കണ്ടുപിടിക്കുക. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ ആണ് അല്ലെ? അതിൽ നിന്ന് വോളിമെട്രിക് സ്ട്രെയിൻ കണ്ടുപിടിക്കുക. വോളിമെട്രിക് സ്ട്രെയിൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചേഞ്ച് ഇൻ വോളിയം കിട്ടി. എളുപ്പമല്ലേ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും? ആരും ഒന്നും മിണ്ടാത്ത എന്താ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. പറയാലോ, അടുത്ത 23ാമത്തെ. ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം ഇൻ എലോങ്ങേറ്റിംഗ് എ ബോഡി ബൈ യൂണിആക്സിയൽ ഫോഴ്സ്. എന്താണ് നമ്മൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ? എന്താ? എനർജിയാണ്, സ്ട്രെയിൻ എനർജിയാണ്. സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം എന്തായിരുന്നു? നമുക്കറിയാം സ്ട്രെയിൻ എനർജി എന്തായിരുന്നു? ഹാഫ് സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം ആണ് അല്ലെ? സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? ഹാഫ് സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ് അല്ലെ? തിയറി നമ്മളിപ്പോ പഠിച്ചതാണ്. ഇനി ദ ഇലാസ്റ്റിക് സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് റബ്ബർ ഈസ്. നമുക്കറിയാം റബ്ബർ എലാസ്റ്റിക് അല്ല, അത് എലാസ്റ്റോമർസ് ആണ്. അത് കാണിക്കുന്ന സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ലീനിയർ അല്ല, നോൺ ലീനിയർ ആണ് കേട്ടോ. അത് എപ്പോഴും ചോദിക്കുന്ന സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് റബ്ബർ എന്താണ്? ലീനിയർ അല്ല, നോൺ ലീനിയർ ആണ്. റെസിലിയൻസ് എന്തായിരുന്നു? എന്താ കുഞ്ഞുങ്ങളെ റെസിലിയൻസ്? ഉത്തരം പറഞ്ഞേ.
Energy stored in the body when strained within the elastic limit. വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസിലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ കോപ്പർ ബാർ റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. അത് തന്നിട്ടുണ്ട്. ലെങ്ത് 200 mm ആണ്. ഈ സബ്ജക്റ്റഡ് ടു എ കംപ്രസീവ് ലോഡ്, കംപ്രസീവ് സ്ട്രെസ് ആക്ടിങ് ഓൺ ദ ബാർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ് അല്ലെ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന സ്ട്രെസ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എത്രയാ? 60 കിലോന്യൂട്ടൺ. 60 × 10⁻³ ഏരിയ എത്രയാണ്? 20 × 30. എത്ര കിട്ടി? 20, 30, 600. 60/600 1/10 ആയി. ഇതേ ആയപ്പോ എത്രയായി മാറി? 100. അപ്പൊ എത്രയാണ്? 100 Nm². ഓക്കെ അല്ലേ? സ്ട്രെസ് കിട്ടിയേ. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ഓക്കെ. അടുത്തത് എ റോഡ് ഓഫ് ലെങ്ത് 2 meter ആൻഡ് ഡയമീറ്റർ 50 mm is elongated by 5 mm when an axial force of 400 kilonewton is applied. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് മെറ്റീരിയൽ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണ്? ഇ ആണ്. ഇ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെയിനെ ഞാൻ എപ്സിലോൺ കൊണ്ട് റെപ്രസെന്റ് ചെയ്ത സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ്സിനെ എങ്ങനെ എഴുതാം? ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതാം. സ്ട്രെയിനെ എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. റീഅറേഞ്ച് ചെയ്തേ. PL/A∆L. അപ്പൊ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? PL/A∆L ആണ്. പി എഴുതിയേ. പി എത്രയാണ്? 400 കിലോന്യൂട്ടൺ. 400 × 10⁻³ അല്ലെ? എൽ എത്രയാണ്? ലെങ്ത് എത്രയാണ്? 2 meter ആണ്. അപ്പൊ 2 × ഞാൻ എത്രയാണ്? 2 meter ആണ്. ഞാൻ MM-ലോട്ടാക്കി ചെയ്യാന്ന് വിചാരിച്ചു. 1000. എ എത്രയാണ്? 50 mm ആണ്. ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പം അതൊരു സർക്കുലർ സെക്ഷൻ ആണെന്ന് മനസ്സിലായി. സർക്കുലർ സെക്ഷന്റെ ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? π/4d² ആണ്. അപ്പൊ പൈ എന്ന് പറയുന്നതിന് പകരം നമുക്ക് 22/7 എന്ന് എടുക്കാം അല്ലെ? π/4. അപ്പൊ 22/7 കൂടെ ഒരു 4 കൂടെ വരും അല്ലെ? π/4d². 50 × 50 അല്ലെ? ഇനി ഡെൽറ്റയിൽ എത്ര? ചേഞ്ച് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ? എലോങ്ങേറ്റഡ് ബൈ 5 mm. എത്ര കിട്ടി? ഈ 7428 മേളിൽ എടുക്കുക അല്ലെ? അപ്പൊ 400 × 10⁻³ × 2000 അല്ലെ? × 7428 മേളിൽ പോയി ഡിവൈഡഡ് ബൈ എത്രയാണ്? 50 × 50 × 5. എത്ര കിട്ടി? പെട്ടെന്ന് ചെയ്യണം. ഈ 50 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ എത്ര വരും? ഈ 50 കൊണ്ട് ഇതിനെ വെട്ടിയാൽ എത്ര വരും? 8 ആണ് ഇവിടെ വരുന്നത്. 8 അല്ലെ? ഈ 50 കൊണ്ട് ഇതിനെ വെട്ടിയാലോ? ഇവിടെ 40 അല്ലെ? 40. ഈ 5 കൊണ്ട് ഇതിനെ വെട്ടിയാലോ? 8. ഓക്കെ. ഇനി എന്താ? ഇപ്പൊ ഇവിടെ എന്താ വന്നേക്കുന്നത്? 8 8 × 64 × 28 × 10⁻³ അല്ലെ? 8 × 68 എത്ര കിട്ടി? 8 × 64 = 28 അല്ലെ? അപ്പൊ 30 64 28 എത്ര കിട്ടി? പെട്ടെന്ന് ചെയ്യണം. ഞാൻ ചെയ്തത് കറക്റ്റ് ആണോ? അതായത് പി എഴുതി 400 × 10⁻³ ആണ് അല്ലെ? 400 × 10⁻³ ആണ്. എൽ എത്രയാണ്? എൽ എന്ന് പറയുന്നത് എത്രയാണ്? 2 meter. 2000 mm ആണ്. എ എന്താണ്? π/4d² ആണ്. പൈയുടെ സ്ഥാനത്ത് 22/7 അല്ലെ? ഈ 22 ഇവിടെ എഴുതാനുണ്ട് അല്ലെ? × 22. അപ്പൊ എത്ര കിട്ടി?
എന്താണ് ഇവിടെ 8 8 64. 64 ഇൻറ്റു 28/22 എത്ര വരും? 64 ഇൻറ്റു 28/22 എത്ര? 1.2 സംതിങ് അല്ലേ? എത്ര കിട്ടി? 64 ഇൻറ്റു 28/22 82 കിട്ടിയോ? 82 GPA കിട്ടിയോ? 82 GPA അല്ലേ? എളുപ്പമല്ലേ? കാര്യം ഇങ്ങനെ ചെയ്താൽ മതി. 8 8 64 64 ഇൻറ്റു 28/22 എത്ര? 1.2 സംതിങ് അല്ലേ? അപ്പൊ എത്രയാണ്? 64 ഇൻറ്റു 1.2 സംതിങ്. അപ്പൊ എന്തായാലും 72 മേളിൽ പോകും അല്ലേ? 82. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെ പെട്ടെന്ന് ചെയ്യണം. നമുക്ക് അങ്ങനെ സമയം കളയാനില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ അത് റൗണ്ട് ചെയ്തിട്ടിട്ട് ലാസ്റ്റേ ചെയ്യാവുള്ളൂ. കാര്യം ഒരു പ്രോബ്ലത്തിന് എന്തായാലും 1 മിനിറ്റ് പോകും. നമുക്ക് 1 മിനിറ്റ് എടുക്കാനില്ല. അര മിനിറ്റ് വെച്ച് എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ട് അവസാനം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്ക് ബാക്കിയാവും. അന്നേരം ഇങ്ങനെയുള്ളത് നമുക്ക് സമാധാനമായിട്ടിരുന്ന് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി മാക്സിമം തിയററ്റിക്കൽ വാല്യൂ ഓഫ് പോയിസോൺസ് റേഷ്യോ അത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. E is equal to 3k into 1 minus 2 mu. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പോയിസോൺസ് റേഷ്യോക്ക് ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? മ്യൂവിന് 0.5 കൊടുത്താൽ എന്താ സംഭവിക്കും? ഈ ടേം അങ്ങ് 0 ആയി, 1 മൈനസ് 1 ആയി അല്ലേ? അപ്പൊ എന്തായി മാറി? E is equal to 3k into 0. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് E എന്ന് പറയുന്നത്? E ബൈ K എന്ന് പറയുന്ന സാധനം നോക്കി. K എന്ന് പറയുന്നത് E ബൈ 0 ആയി മാറി. ഓക്കെ അല്ലേ? അപ്പൊ K എന്ന് പറയുന്ന സാധനം എന്തായി? E ബൈ 0 ആയി മാറി. അപ്പൊ പോയിസോൺസ് റേഷ്യോയ്ക്ക് മാക്സിമം കൊടുക്കാവുന്ന വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ പോയിസോൺസ് റേഷ്യോയുടെ വാല്യൂ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കൽ മെറ്റീരിയലി 0 തൊട്ട് 0.5 വരെയാണ്. 0 റിജിഡ് മെറ്റീരിയൽ ആണ്. 0.5 എന്ന് പറയുന്ന അത് എന്താണ്? 0.5 ആണ് ഇതിന് വരാവുന്ന മാക്സിമം പോയിസോൺസ് റേഷ്യോ. അപ്പൊ 0 to 0.5 വരെയാണ് പ്രാക്ടിക്കൽ ആയിട്ട് വരാവുന്ന മെറ്റീരിയലിന്റെ ഇത്. അപ്പൊ എന്താണ് മാക്സിമം തിയററ്റിക്കൽ വാല്യൂ ഓഫ് പോയിസോൺസ് റേഷ്യോ എന്ന് ചോദിച്ചിരിക്കുന്നത്? 0.5 ആണ് ആൻസർ കേട്ടോ. അടുത്ത 29. ദ വാല്യൂ ഓഫ് പോയിസോൺസ് റേഷ്യോ ഡിപ്പെൻഡ്സ് അപ്പോൺ. പോയിസോൺസ് റേഷ്യോ ഒരു മെറ്റീരിയൽ കോൺസെപ്റ്റ് ആണ്. അത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? മെറ്റീരിയൽ ഓഫ് ദ സ്പെസിമെൻ. ഏത് മെറ്റീരിയൽ ആണെന്ന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടുത്തത് എ സ്ക്വയർ ബാർ ഓഫ് 5 mm സൈഡ് തന്നിട്ടുണ്ട്, 200 mm ലോങ് തന്നിട്ടുണ്ട്, എക്സ്പീരിയൻസ് എ ടെൻഷൻ ഓഫ്, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട്, അപ്പോൾ എ ലോഡ് ഓഫ് 100 ന്യൂട്ടൺ. യങ്സ് മോഡൽസ് ആണ് തന്നിരിക്കുന്നത്. യങ്സ് മോഡൽസ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? PL ബൈ എ ഡെൽറ്റ എൽ ആണ്. പി എത്രയാണ്? 100 ന്യൂട്ടൺ ആണ്. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 mm ആണ്. സൈഡ് സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പൊ 5 into 5 അല്ലെ? ഡെൽറ്റ എൽ എത്രയാണ്? 0.01. അപ്പൊ 1/100 ആണ് അല്ലെ? ബൈ 100 മേളിൽ പോയി. എത്ര കിട്ടി? 100 100 10,000. 10,000 ബൈ 5 25. എത്രയായി? 25 4. 400 കിട്ടിയോ? 400 കിട്ടിയോ? ല്ലോ. പി എൽ എത്രയാ? 200 അല്ലേ? സോറി, എൽ എത്രയാ? 100 അല്ല, പി എൽ 200 ആണ് അല്ലെ? അപ്പൊ എത്രയാണ്? 20,000 ബൈ 25 ആണ്. അപ്പൊ എത്ര കിട്ടി? എന്താണ്? സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം. എന്താണ്? പി എൽ ബൈ എ ആണ്. പി 100 ആണ്. എൽ എത്രയാ? 200 ആണ് അല്ലെ? 200 mm ലോങ് അല്ലെ? പി എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ ആണ്. എ എന്ന് പറയുന്നത് എന്താണ്?
5 × 5 ആണ്. ഡെൽറ്റ എല്ലോ 1/100 ആണ്. ഓക്കെ അല്ലേ? അപ്പോഴാ എന്ത് സംഭവിച്ചു? 100 100 10,000 അല്ലെ? 2 പൂജ്യം കൂടെ ഇവിടെ വരും. അപ്പൊ എത്ര? 25 ഉണ്ടായപ്പോ എത്രയായി? ഇവിടെ വന്നപ്പം 100/25. 100/25 എത്രയായി മാറി? 100/25 എത്രയായി? 4 ആയി അല്ലെ? 4 × 20,000 80,000 അല്ലെ? അപ്പൊ 80 × 10⁻³ അല്ലെ? MPa ആണ്, അല്ലെങ്കിൽ 80 GPa. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? 80 GPa. ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ കേട്ടോ. ഡി ആണ്. ഞാനിത് ഇവിടെ 200 പിന്നെ ഇവിടെ 100 എഴുതാൻ വിട്ടുപോയതാണ്. 80 GPa ആണ് ആൻസർ. കിട്ടിയോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. അടുത്തത് സിമ്പിൾ സ്ട്രെസ് ഈസ് ഓഫൺ കോൾഡ്. ഞാൻ പറഞ്ഞു സിമ്പിൾ സ്ട്രെസ്, വെറുതെ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിനെ ഡയറക്റ്റ് സ്ട്രെസ് എന്നും പറയാം. ഓക്കെ അല്ലേ? ഡയറക്റ്റ് സ്ട്രെസ്. അപ്പൊ സിമ്പിൾ സ്ട്രെസിന്റെ വേറെ പേരെന്താണ്? ഡയറക്റ്റ് സ്ട്രെസ് കേട്ടോ. അടുത്തത് പ്രോബ്ലം ആണ്. എ കോപ്പർ റോഡ് 3 mm in diameter when subjected to a pull of 490 Newton extend by അല്ലെ? എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട് 0.07 ഓവർ എ ഗേജ് ലെങ്ത് തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ യങ്സ് മോഡുലസ് എന്താണ്? PL/A ΔL ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാ? P എത്രയാണ്? 495. L എത്രയാണ്? തെറ്റിക്കാതെ എഴുതണം. L എത്രയാണ്? 100 ആണ്. L 100 ആണ്. A എന്താണ്? π/4 d² ആണ്. പൈയുടെ സ്ഥാനത്ത് 22/7 ആണ്. 4 അവിടെ എഴുതി. π/4 d² ആണ്. 3ന്റെ സ്ക്വയർ 3 × 3 9 അല്ലെ? A ആയി. ഡെൽറ്റ L എത്രയാണ്? 7/100 ആണ് അല്ലെ? 100 ഇവിടെയും പോയി. എത്ര കിട്ടി? ഈ 7 4 28 മേളിൽ പോയി അല്ലെ? ആ 28/7 ഇവിടെ പോയി 4 ആയി അല്ലെ? പിന്നെ 3 9 9 എത്രയായി? 9 കൊണ്ട് 495 വെട്ടിയപ്പോ എത്രയായി? 495/9 എത്ര? പെട്ടെന്ന് പറ. 495/9 55 അല്ലേ? 55. ഓക്കെ. 55 × 100 × 4. 55 × 4 എത്ര? 50 4 200 I 4 20 അല്ലെ? 220/22 വെട്ടിപ്പോയി അല്ലെ? പിന്നെ ഇവിടെ എത്രയുണ്ട്? 100 100 10,000 എത്രയായി? 1 × 10⁵5 Nm/mm². ക്ലിയർ ആണോ? 1 × 10⁵5 ആണ് ഇത്. 105 അല്ല. 1 × 10⁵5. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ക്ലിയർ ആണോ? പെട്ടെന്ന് അങ്ങനെ നമ്മൾ വെട്ടിച്ചെയ്യാൻ കാര്യം, നമുക്ക് ഇങ്ങനെ വെട്ടിച്ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളായിരിക്കും. ചിലതൊക്കെ നമുക്ക് അപ്രോക്സിമേറ്റ് എടുക്കാം. മറ്റേ പൈക്ക് 22/7 അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ π/4 എന്ന് പകരം 0.78 എന്ന് എടുക്കാം. അങ്ങനെ വെട്ടിക്കളയാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെക്കുക. ഞാനിത് വെട്ടിക്കളയാൻ വേണ്ടിയാണ് 22/7 ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ വെട്ടി അങ്ങ് പോകും. ഓക്കെ. അടുത്തത് പോയിസോൺസ് റേഷ്യോ ഫോർ പെർഫെക്റ്റ്ലി ഇൻകംപ്രസിബിൾ ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഞാൻ പറഞ്ഞായിരുന്നു E = 3K × 1 - 2μ അല്ലെ? ഇൻകംപ്രസിബിൾ മെറ്റീരിയൽ ആകണമെങ്കിൽ, ഓക്കെ, ഇൻകംപ്രസിബിൾ മെറ്റീരിയൽ ആകണമെങ്കിൽ കെന്റെ ടേം ഉണ്ടല്ലോ. കെ എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഈ സാധനത്തിന്റെ അവിടെ 0.5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി? K = E/0 എന്ന് വന്നു അല്ലെ? അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം, കെ എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു? സ്ട്രെസ് ബൈ
വോളിമെട്രിക് സ്ട്രെയിൻ അല്ലെ. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ബൈ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ, ഡെൽറ്റ വി ബൈ ഒറിജിനൽ വോളിയം ആണ് അല്ലെ. അതായത് വോളിയം ചേഞ്ച് ആകാത്ത സാധനത്തിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഇൻകംപ്രസിബിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതായത് ഇ ബൈ സീറോ അല്ലെ, ഇ ബൈ സീറോ, ഈ സീറോ എന്ന് പറഞ്ഞാല് ദാറ്റ് മീൻസ് ഇ ബൈ സീറോ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് കിട്ടുന്നത്. കെ ഇൻഫിനിറ്റി കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? കെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? വോളിമെട്രിക് സ്ട്രെയിൻ സീറോ ആയിരിക്കണം അല്ലെ. ഇൻഇലാസ്റ്റിക് മീൻസ് എന്താണ്? കെ എന്തായിരുന്നു? ഇൻഫിനിറ്റി ആണ് അല്ലെ. ഇൻഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ കെ ഇൻഫിനിറ്റി ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ഇയും നമുക്ക് വേണമെങ്കിൽ ഇൻഫിനിറ്റി പറയാം. അപ്പൊ ദാറ്റ് മീൻസ് എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം അല്ലെങ്കിൽ വോളിമെട്രിക് സ്ട്രെയിൻ സീറോ ആയിരിക്കും. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? ഇൻഇലാസ്റ്റിക്, ഇൻകംപ്രസിബിൾ, ലീനിയർ ഇലാസ്റ്റിക്കിന്റെ പ്രശ്നം എന്താണ്? അതിന്റെ യങ്സ് മോഡുലസ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ബൾക്ക് മോഡുലസ് ഇൻഫിനിറ്റി ആണ്. പോയിസോൺസ് റേഷ്യോ എന്താണ്? മാക്സിമം ആണ്, 0.5 ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തത്, if the modulus of elasticity for a given material is twice its modulus of rigidity, then bulk modulus is equal to എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണ്? ട്വൈസ് ഇറ്റ്സ് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്കറിയാം ഇ ഇസിക്കൽ ടു എന്താണ്? 2g ഇൻറ്റു 1 + mu ആണെന്നറിയാം. ഓക്കെ അല്ലേ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ ഇസിക്കൽ ടു എത്രയാന്ന് പറയുന്നുണ്ട്? 2g ആന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് മ്യൂ എന്ന് പറയുന്ന സാധനം എന്താണ്? മ്യൂ എന്ന് പറയുന്ന സാധനം എന്താണ്? മ്യൂ ഈസ് 0 അല്ലെ. മ്യൂ 0 ആയതുകൊണ്ടാണ് ഈ 2g ആയത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ അല്ലേ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഇസ് ട്വൈസ് ഇറ്റ്സ് മോഡുലസ് ഓഫ് റിജിഡിറ്റി, ദെൻ ദ ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു ആണ്. ഓക്കെ അല്ലേ? അപ്പോഴാ ഇയുടെ കാര്യം 2g ആണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കെ എന്തായിരുന്നു? ഇ ഇസിക്കൽ ടു 3k ഇൻറ്റു 1 - 2 mu ആണ്. അപ്പം ഇ എത്രയാണ്? 3k ആണ് അല്ലെ. ഇ എന്ന് പറയുന്ന സാധനം 3k ആണ്. കെ എന്ന് പറഞ്ഞ എന്താ? k ഇസിക്കൽ ടു e/3 ആണ്. കെ എന്തിന് ഈക്വലന്റ് ആയിരുന്നു? 2g ക്ക് ഈക്വലന്റ് ആയിരുന്നു. ഈ കെയുടെ സ്ഥാനത്ത് 2g കൊടുക്കുക, 2g/3 അല്ലെ. എന്താണ്? 2g/3. ഇവര് ജിക്ക് വരും സി ആണ് തന്നിരിക്കുന്നത്, 2c/3. ഓക്കെ ആണോ? ഓക്കെ ആണോ കുട്ടികളെ? ഓക്കെ. മനസ്സിലാവാത്തൊരു ചോദിക്കണേ. കാര്യം നമ്മൾ പരീക്ഷയ്ക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്തു പോകണം. ഞാൻ ആ ഒരു ഇതിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എന്തെങ്കിലും മനസ്സിലാവാനുണ്ടോ ചോദിക്കണം. ദ ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അപ് ടു റപ്ചർ അല്ലെങ്കിൽ അപ് ടു ഫ്രാക്ചർ ആണ് റപ്ചർ എന്ന് പറയുന്നത്. എന്താണ്? ഈസ് നോൺ ആസ്, ഞാൻ പറഞ്ഞായിരുന്നു എന്താണ്? ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അപ് ടു റപ്ചർ, അതിന് എന്താ പറയുന്നത്? ഫ്രാക്ചർ ആണ്, ടഫ്നെസ് അല്ലെ. ഞാൻ പറഞ്ഞു ഏരിയ അണ്ടർ അല്ലെ, അതായത് എന്താണ്? ടഫ്നെസ് ബൈ പെർ യൂണിറ്റ് വോളിയം ആണ്. അതിനെ പറയും മോഡുലസ് ഓഫ് ടഫ്നെസ്. ഓക്കെ. 36 ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽസ് the largest value of tensile stress that can be sustained by material before breaking. ലാർജസ്റ്റ് വാല്യൂ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ആണ് അല്ലെ. മാക്സിമം എടുക്കാൻ പറ്റുന്ന ടെൻസൈൽ സ്ട്രെസ്സിനെ എന്താ പറയുന്നത്? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെ. ഞാൻ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരച്ച് കാണിച്ചതല്ലേ. എന്തായിരുന്നു പ്രശ്നം അതിന്റെ? ഇങ്ങനെ, അതായത് എന്താണ്? ഇങ്ങനെ വന്നു അല്ലെ, ലീനിയർ കാണിച്ചു, പിന്നെ ഇങ്ങനെ എയ്ഡ് പോയിന്റ് കാണിച്ചു അല്ലെ.
മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്ട്രെസ്സിനെയാണ് എന്താന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയും, UTS എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. When a body is അടുത്തത് 37, when a body is subjected to stress in all direction, body is said to be under dash strain. എന്താണ്? എല്ലാ ഡയറക്ഷനിലും സ്ട്രെസ് അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? വോളിയം ചേഞ്ച് ചെയ്യും. അപ്പൊ എന്തൊരു സ്ട്രെസ് ആണ് അതിനെ പറയുന്നത്, അല്ലെ എന്തൊരു സ്ട്രെയിൻ എന്ന് അതിനെ പറയുന്നത്? വോളിമെട്രിക് അല്ലെ? ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ആണ് ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്താണ്? വോളിമെട്രിക് സ്ട്രെയിൻ ആണ് അല്ലെ? ക്ലിയർ അല്ലേ? അടുത്തത്, ഹുക്സ് ലോ ഈസ് ആപ്ലിക്കബിൾ. ഹുക്സ് ലോ എവിടെയാണ് ആപ്ലിക്കബിൾ? എപ്പോഴും വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് ആണ് അല്ലെ? അപ്പൊ എന്താണ്? ഇൻ എലാസ്റ്റിക് റേഞ്ച്. അവിടെ എന്താണ്? സ്ട്രെയിനും സ്ട്രെസ്സും പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഓക്കെ അല്ലെ? അടുത്ത ഒന്ന് നോക്കി, ദ റേഷ്യോ ഓഫ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ടു ബൾക്ക് മോഡുലസ് ഫോർ എ പോയിസോൺസ് റേഷ്യോ ഓഫ് 0.25. അപ്പൊ നമുക്ക് ആദ്യം മോഡുലസ് ഓഫ് റിജിഡിറ്റി കണ്ടുപിടിക്കണം. ജി അല്ലെ? ഇ ഈക്വൽ ടു എന്താണ്? 2g into 1 plus mu. അപ്പൊ എന്തായി? ഇ ബൈ എത്ര കിട്ടി? 1.25 2.5. ഇ ബൈ 2.5 ആണ് ജി അല്ലെ? അപ്പൊ ജിയുടെ വാല്യൂ കിട്ടി. ഇനി ഇയും കെയുമായിട്ട് ഇ ഈക്വൽ ടു 3k into 1 minus 2 mu അല്ലെ? ഇ ഈക്വൽ ടു 3k into 1 minus 2 mu എത്ര? 0.5 അല്ലെ? അപ്പൊ എത്രയായി? ഇ ഈക്വൽ ടു 1.5k കിട്ടി. അതായത് ഇ ബൈ 1.5 എന്ന് പറഞ്ഞാൽ 3/2 ആണ് അല്ലെ? 2/3. ഓക്കെ, അപ്പൊ കെയുടെ വാല്യൂ കിട്ടി. എന്താണ്? ഇ ബൈ 1.5 ആണ് അല്ലെ? അപ്പൊ എന്താണ്? നമുക്ക് ജിയും കെയും ആയിട്ടുള്ള ഇതാണ് നോക്കേണ്ടത് അല്ലെ? അപ്പൊ ജി ബൈ കെ എന്ത് കിട്ടി? ഇ ബൈ 2.5 ബൈ അല്ലെ? അപ്പൊ 3 എത്ര വന്നു? 3/5. ഓക്കെ അല്ലേ? 3/5 ആണ് ആൻസർ കിട്ടിയത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ, അടുത്തത്, ദ വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ. അത് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എപ്പോഴും 2 into 10⁵5 Newton/mm² ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എത്രയാണ്? 200 Newton/mm² ആണ് അല്ലെ? 1 Newton/mm² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 into 10⁵5 MPa ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എത്രയാണ്? 100നെ അങ്ങനെ എഴുതി 10⁵3 ഇങ്ങനെ എഴുതാമല്ലോ, MPa അല്ലെ? 10⁵3 MPa-നെയാണ് 1 GPa എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് 200 GPa. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ കുട്ടികളെ? 40 ക്വസ്റ്റ്യൻ. ഈ 40 ക്വസ്റ്റ്യന് നിങ്ങൾ ചെയ്ത് പഠിക്കണം. അറിയത്തില്ല എങ്കിലൊന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഞാനെല്ലാം നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ചെയ്ത് കാണിച്ചാണ്. ഇതിന്റെ റെക്കോർഡഡ് സെഷൻ വരും, അത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണുക. ഓക്കെ അല്ലേ? മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ഒന്ന് കാണുക. പിന്നെയും കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ അത് ഏതാ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതിന്റെ ഇത് ഞാൻ എഴുതി ഇട്ട് തരാം. ഓക്കെ അല്ലേ? Okay, sir.